കുട്ടനാടിന്റെ നെൽപ്പാടങ്ങളുടെയും മനോഹരമായ കനാലുകളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ നടുവിലൂടെ കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. ഏവർക്കും നമസ്കാരം. ഒരു പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, അതായത് AC റോഡ് എന്ന് പറയുമ്പം കഴിഞ്ഞ 3 വർഷക്കാലമായി പുനരുദ്ധാരണത്തിന്റെ പാതയിലായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. നമ്മൾ കളർകോട് നിന്നും തുടങ്ങിയ ഈ യാത്ര ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കളർകോട് ജംഗ്ഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് അടുത്തത് പള്ളാത്തുരുത്തി, അങ്ങനെ മങ്കൊമ്പ്, അങ്ങനെ പെരുന്ന വരെ പോകും. ആലപ്പുഴയുടെ സൗന്ദര്യം, കുട്ടനാടിന്റെ സൗന്ദര്യം, നെൽവയലുകളും പാടങ്ങളും കായലും കനാലും താറാവും പക്ഷികളും എല്ലാം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഈ പ്രദേശത്തുകൂടെയുള്ള ഈ യാത്ര ഒരു പ്രത്യേക അനുഭൂതി പകരും. യാതൊരു സംശയവുമില്ല. നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. കുട്ടനാടിന്റെ നെൽപ്പാടങ്ങളുടെയും മനോഹരമായ കനാലുകളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ നടുവിലൂടെ കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്റ്റേറ്റ് ഹൈവേയും നാഷണൽ ഹൈവേയും ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള AC റോഡ് ഏകദേശം 24 കിലോമീറ്റർ ദൂരം ഒരു നേർരേഖ പോലെ കടന്നു പോകുന്നു. വള്ളവും വെള്ളവും ജീവന്റെ താളമായ കുട്ടനാടുകാർക്ക് ഈ വെള്ളം തന്നെയാണ് ഏറ്റവും വലിയ ഭീഷണിയും. ഇവിടെ മഴക്കാലങ്ങളിൽ ഈ കുട്ടനാട്ടുകാർ അനുഭവിച്ചിരുന്ന ദുരിതത്തിന് കുറച്ചൊരാശ്വാസമാണ് ഈ AC റോഡ്. മനോഹരമായ നെൽപ്പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2 മീറ്ററിൽ അധികം താഴ്ചയിലാണ് ഈ കുട്ടനാട് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുതന്നെയാണ് ഇതിന്റെ പ്രശ്നവും. എപ്പോൾ മഴ പെയ്താലും ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം വന്നിട്ട് ഈ റോഡിൽ കൂടെ പോയവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ പ്രവേശിക്കുന്നത് പള്ളാത്തുരുത്തി പാലത്തിലാണ്. ഇതൊരു പഴയ പാലമാണ്, പഴയ AC റോഡിലെ പാലമാണ്. ഇവിടെ ഹൗസ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഹൗസ് ബോട്ടിന്റെ ഒരു കേന്ദ്രമാണ് പള്ളാത്തുരുത്തി. അവിടെയൊക്കെ കിടപ്പുണ്ട്. പാലമാണ് ഇത്. കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ മുകളിലൊരു ലെയർ ടാറിംഗ് ഒക്കെ വരും. അന്നേരം അതിന്റെ ആ സ്മൂത്ത്നെസ് ഒക്കെ കിട്ടത്തുള്ളൂ. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പാതകളിൽ മുന്നിൽ നിൽക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും AC റോഡ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലെ കളർകോട് നിന്നും ആരംഭിച്ച് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി നഗരത്തിൽ പെരുന്ന മന്നം സ്ക്വയറിൽ ഈ പാത അവസാനിക്കുന്നു. 1957 നിർമ്മിച്ച ഈ പാത പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് പുനരുദ്ധാരണ പ്രക്രിയകൾ നടത്തി മുഖം മിനുക്കി പുതിയ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മഴ സമയത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ താമസിച്ചിരുന്നത്. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമായി ഇപ്പോൾ ഈ റോഡ് മാറുന്നു. ഗുഹാതുരത്വം ഉണർത്തുന്ന നിരവധി കാഴ്ചകളുടെ ഒരു നിര തന്നെ ഈ റോഡിന് യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒട്ടനവധി കാഴ്ചകൾ ഉണ്ടെങ്കിലും റോഡിനിരുവശവും താമസിക്കുന്ന ഇന്നാട്ടുകാരുടെ ജീവിതം പലപ്പോഴും ദുരിതപൂർണമാണ്. നമ്മൾ മറ്റൊരു മനോഹരമായ പാലത്തിലൂടെ
കയറിയിരിക്കുകയാണ്. ഈ AC റോഡിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പാലങ്ങളാണ് ഈ റൂട്ടിലുള്ളത്. എത്രയെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലങ്ങൾ തന്നെയാണ്. അപ്പൊ കൺസ്ട്രക്ഷന് റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറ്റും. പക്ഷെ പാല നിർമ്മാണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പൈലിങ്ങും മറ്റു കാര്യങ്ങളും, ഇവിടെ ചെളിയുള്ള പ്രദേശമായതിനാൽ ഏതാണ്ട് 40 മുതൽ 50 അടി താഴ്ച വരെയുള്ള പൈലിംഗ് ഇവിടെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയും താഴ്ചയിൽ പാറ കാണും വരെ പൈൽ ചെയ്താണ് ഇതിന്റെ ഓരോ പാലങ്ങളുടെയും തൂണുകളൊക്കെ നിർമ്മിച്ചത്. നല്ല തെളിഞ്ഞ ആകാശമാണ്. അപ്പൊ വീഡിയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ മഴ വന്നു കഴിഞ്ഞാല് അത്രയും പ്രശ്നമുള്ള ഒരു റോഡുമാണ്. ഇപ്പൊ ഈ റോഡൊക്കെ തീർന്നു കഴിയുമ്പം സംസ്ഥാനത്തിന്റെ ഇതാണല്ലോ, സംസ്ഥാന പാതയാണിത്. അതായത് നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും തമ്മിലുള്ള ഒരു കണക്ഷൻ, ലിങ്കാണ് ഈ റോഡ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ ഫണ്ടിലാണ് ഈ ഒരു റോഡിന്റെ പുനരുദ്ധാരണം ഇപ്പോൾ നടക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാട്ടിൽ മഴക്കാലമാകുമ്പോൾ പമ്പയാറ്റിൽ നിന്നും അച്ചൻകോവിലാറ്റിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ഇവിടെ ഇരച്ചെത്തി റോഡിന്റെ പല ഭാഗങ്ങളെയും വീടുകളെയും പ്രളയജലത്താൽ മുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മഴക്കാലത്തെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. പാടത്തു നിന്നും വെള്ളം കയറി റോഡും പാടവും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് പള്ളാത്തുരുത്തി, മങ്കൊമ്പ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് ആഴ്ചകളോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു. മഴക്കാലത്തുണ്ടാകുന്ന ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് കേരള സർക്കാർ 700 കോടി രൂപ മുടക്കി റോഡിന്റെ പുനരുദ്ധാരണം നടത്തുന്നത്. അത് ഏറെക്കുറെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് രാമങ്കരി എന്ന് പറയും. രാമങ്കരിയുടെ പ്രദേശത്തോടാണ് നമ്മളിപ്പോൾ യാത്ര തുടരുന്നത്. സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം പാലങ്ങളുള്ള ഒരു റോഡ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. 14 ചെറിയ പാലങ്ങൾ, 5 മേൽപ്പാലങ്ങൾ, 3 വലിയ പാലങ്ങൾ കൂടിയാണ് ഈ റോഡിൽ ഉള്ളത്. ഇനി 2 പാലങ്ങളുടെ നിർമ്മാണം കൂടി പൂർത്തിയാകാനും അത് പൂർത്തിയായാൽ AC റോഡിന്റെ നിർമ്മാണം സുഗമമായ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. 1955 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇവിടെ
എങ്ങോട്ട് നോക്കിയാലും കായലും നെൽപ്പാടങ്ങളും മാത്രമാണ്. അപ്പോൾ ഈ നെൽകൃഷിക്കാർക്ക് ഈ റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടിയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യക്കുറവ്, അതായത് അവർക്ക് നെല്ല് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉള്ളൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അതൊരു കാര്യം ശരിയാണ്. ഇവിടെ ഒരു പാർക്ക് ചെയ്ത വണ്ടിയിലെ കയറ്റുന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വണ്ടി റോഡിലോട്ടിട്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ നിയമവിരുദ്ധമാകും. അത് വേറെ പോലീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ പറയുന്നുണ്ട്. പട്ടം താണുപിള്ളയായിരുന്നു തിരുക്കൊച്ചി മുഖ്യമന്ത്രി അന്നത്തെ. പ്രധാന തുറമുഖ പട്ടണമായ ആലപ്പുഴയെയും മധ്യ കേരളത്തിലെ വ്യാപാര കേന്ദ്രമായ ചങ്ങനാശ്ശേരിയും കരമാർഗം കുട്ടനാട്ടിലൂടെ ബന്ധിപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പുരോഗതികൾ പഠന വിധേയമാക്കുകയുണ്ടായി. പുതിയ റോഡ് സംരംഭത്തെ അന്ന് കുട്ടനാട്ടിലെ സർവ്വജനങ്ങളും പിന്തുണച്ചു. പലരുടെ സ്ഥലങ്ങളും ഇതുമൂലം നഷ്ടപ്പെട്ടെങ്കിലും പൊതുവായി ആരും തന്നെ ഇതിനെ എതിർത്തില്ല എന്നതാണ് സത്യം. സമുദ്രനിരപ്പിന് താഴെയുള്ള കുട്ടനാട്ടിൽ റോഡ് നിർമ്മാണം ദുഷ്കരമായിരുന്നു. കുട്ടനാട്ടിലെ ചെളി നിറഞ്ഞ മണ്ണ് ഒരു വശത്തു നിന്നും എടുത്ത് മറുവശത്തിട്ട് ഉണ്ടാക്കിയ റോഡിന് സമാന്തരമായി തെക്കുവശത്ത് ഒരു പുതിയ നദി രൂപാന്തരം കൊണ്ടു. ഇതിന് പുത്തനാർ എന്ന് പേരിട്ടു. ചങ്ങനാശ്ശേരിയിലെ മനക്കച്ചിറ മുതൽ ആലപ്പുഴയിലെ കൈതവന വരെ പുത്തനാർ റോഡിന് സമാന്തരമായിട്ടുണ്ട്. 1957 11 പാലങ്ങളുടെ പണി പൂർത്തിയാക്കി AC റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നവകേരളത്തിലെ ആദ്യ റോഡുകളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷേ അപ്പോഴും 3 പാലങ്ങളുടെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. കുട്ടനാടിനെ നെടുക പുലർത്തിക്കൊണ്ട് ആദ്യമായി നിർമ്മിച്ച റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അഥവാ AC റോഡ്. ഈ റോഡിന്റെ വരവോടെ തുടക്കമിട്ട ഗതാഗത വിപ്ലവം കുട്ടനാട്ടിനെയും ആലപ്പുഴയെയും ഒരുപോലെ പുരോഗതി കൈവരിക്കുന്നതിന് സഹായിച്ചു. ഇത് കിടങ്ങറ ഈസ്റ്റ് പാലമാണ്. ഇവിടെ ഒരു ജനറേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ എന്തോ പണികളൊക്കെ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. ഇത് പൂവം എന്ന ഒരു പ്രദേശമാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് പൂവം. നമ്മളെ പൂവത്തിന്റെ ഹൃദയഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിന് സൈഡിൽ കൂടെ കാണുന്നത് ഈ AC റോഡിന് പാരലായിട്ടൊരു വലിയൊരു ആറുണ്ട്. പക്ഷെ പോള കയറി കിടക്കുകയാണ്. പോള കയറി നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ആലപ്പുഴ കളർകോട് നിന്നും ആരംഭിച്ച യാത്ര പെരുന്ന, ചങ്ങനാശ്ശേരി പെരുന്ന ബോർഡ് കാണാം. പെരുന്നയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗമാണ് പെരുന്ന. NSS കോളേജാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പം AC റോഡ് ഇവിടെ വന്ന് തീരുകയാണ്. ഏകദേശം 24 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. അങ്ങനെ നല്ലൊരു യാത്ര, നല്ലൊരു കാഴ്ച ഈ പ്രേക്ഷകർക്ക് നൽകുവാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.